റിപ്പോർട്ട് SIT ബ്രേക്കിംഗ്. കേന്ദ്ര ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയ അനർട്ടിൽ സ്മാർട്ട് സിറ്റി സോളാർ പദ്ധതിയുടെ മറവിൽ കോടികളുടെ വെട്ടിപ്പ്. കേന്ദ്രം നിശ്ചയിച്ച തുകയുടെ ഇരട്ടിയാണ് ടെൻഡർ നൽകിയത്. കേന്ദ്രം 100 കിലോവാട്ടിന് 36 ലക്ഷം നിശ്ചയിച്ചതിന് അനർട്ട് സ്ഥാപിച്ചത് 64 ലക്ഷം രൂപയ്ക്കാണ്. നിയമസഭാ രേഖകൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. എന്നാൽ സ്ഥലം മാറുന്നതിനനുസരിച്ച് വില മാറുമെന്ന വിചിത്രവാദമാണ് അനർട്ട് CEO നരേന്ദ്രനാഥ് വേലൂർ പറഞ്ഞത്. TV പ്രസാദ് നൽകും വിവരങ്ങൾ. TV പ്രസാദ്, കേന്ദ്ര മാനദണ്ഡങ്ങൾ അത് ബാധകമല്ല എന്ന് വാദിക്കാനും അത് സ്ഥാപിക്കാനും ശ്രമിക്കുമ്പോൾ താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ച് നടത്തിയ ഒരു വമ്പൻ തട്ടിപ്പല്ലേ ഇവിടെ ചുരുളഴിയുന്നത്? ഉറപ്പായും സുജിയ, ആകെ സംസ്ഥാനത്തെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് മാത്രം 101 കോടി രൂപയാണ് 514 സ്ഥാപനങ്ങളിലായി ചെലവഴിച്ചത്. ഇതിൽ കേന്ദ്ര നിയമം അനുസരിച്ചുള്ള വില കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ 101 കോടിയിൽ ഏതാണ്ട് 30 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയതായാണ് രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഒരു സോളാർ പാനൽ സ്ഥാപിക്കുമ്പോൾ അതിന് ഒരു ബെഞ്ച് മാർക്ക് കോസ്റ്റ് ഉണ്ട് കേന്ദ്രത്തിൻ്റെതായി. കേന്ദ്രത്തിൻ്റെ പാരമ്പര്യേതര ഊർജ്ജ മന്ത്രാലയമാണ് അത് നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ അതൊന്നും ബാധകമാകാത്ത നിലയിലാണ് അനർട്ടിൻ്റെ ഈ ടെൻഡർ കൊടുപ്പുണ്ടായത്. ഉദാഹരണം പറഞ്ഞാൽ ടൈറ്റാനിയത്തിൽ 2 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ പ്ലാന്റിന് 11 കോടി രൂപയാണ് ടെൻഡർ കൊടുത്തത്. പക്ഷേ കേന്ദ്ര ചട്ടപ്രകാരം അത് 7 കോടി മാത്രമേ പാടുള്ളൂ. അതുപോലെ തന്നെയാണ് RCCയിലും മറ്റ് സ്ഥാപനങ്ങളിലുമെല്ലാം ഉണ്ടായത്. ഏതാണ്ട് 50% കൂടിയ തുകയ്ക്കാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എന്നതാണ് വിചിത്രമായ വാദമാണ്. ഇത് ചോദിച്ചപ്പോൾ അനർട്ടിൻ്റെ CEOയ്ക്ക് പറയാനുള്ളത് സ്ഥലവും ദൂരവും മാറുന്നതിനനുസരിച്ച് വില മാറും എന്നുള്ളതാണ്. തിരുവനന്തപുരം നഗരത്തിൽ സ്ഥാപിച്ച ഈ കാര്യങ്ങളെക്കുറിച്ച് CEOക്ക് പറയാനുള്ളത്. സുജിയ, ഈ രേഖകൾ കുറച്ചുകൂടി പുറത്തു വരുമ്പോൾ IFS ഉദ്യോഗസ്ഥനായ നരേന്ദ്രനാഥ് വേലൂരി നടത്തിയ കൂടുതൽ ക്രമക്കേടുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും. സുജിയ, ഓക്കെ, നമ്മുടെ ഈ അന്വേഷണ പരമ്പര തുടരുകയാണ്.